പശ്ചിമേഷ്യയിൽ നിന്ന് ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കൊമ്പുകോർക്കൽ നമ്മൾ കാലങ്ങളായി കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ കേവലം ഒരു പ്രാദേശിക യുദ്ധം എന്നതിനുപരി ഇതൊരു ആഗോള പ്രതിസന്ധിയായി മാറുകയാണ്. ഇങ്ങനെയുള്ളൊരു ഭയത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും. ഇസ്രായേലിന്റെ ശത്രുതാ പട്ടികയിൽ ഇറാൻ മാത്രമല്ല, ദൂരെ കിടക്കുന്ന പാകിസ്ഥാനും ഉണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് പാകിസ്ഥാന്റെ പക്കലുള്ള ആണവായുധ ശേഖരമാണോ? ജൂണിലെ ഇറാൻ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വമ്പൻ സൈനിക വിന്യാസം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ആകെ പുകയുകയാണ്. നമുക്ക് ഈ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ആദ്യം നോക്കാം. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് അടുത്തിടെ നടത്തിയ ചില പ്രസ്താവനകളാണ് ഈ ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. ബെനറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഇറാൻ മാത്രമല്ല ഉള്ളത്, തുർക്കി, ഖത്തർ, മുസ്ലിം ബ്രദർഹുഡ്, പിന്നെ ആണവായുധങ്ങളുള്ള പാകിസ്ഥാനും. തുർക്കിയെ പുതിയ ഇറാൻ എന്നാണ് ബെനറ്റ് വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെ വളയാൻ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പിന്നിൽ പാകിസ്ഥാന്റെ ആണവ കരുത്തുണ്ടെന്ന ഭയം ഇസ്രായേലിനുണ്ട്. ഇതിനെ ഒരു ഇസ്ലാമിക് നേറ്റോ നീക്കമായിട്ടാണ് ജെറുസലേം കാണുന്നത്. ഇസ്രായേലിന്റെ അതിർത്തികളിൽ തീവ്രവാദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ആണവ സഖ്യം തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാണ് എന്നവർ ഭയപ്പെടുന്നു. ഇവിടെയാണ് പാകിസ്ഥാന്റെ പ്രസക്തി വരുന്നത്. ലോകത്തിലെ ഒരേ ഒരു മുസ്ലിം ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. തങ്ങളുടെ ആയുധങ്ങളെ പലപ്പോഴും ഇസ്ലാമിക് ബോംബ് എന്ന് വിശേഷിപ്പിക്കാറുള്ള പാകിസ്ഥാൻ മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവായ ഒരു സൈനിക സഖ്യത്തിലേക്ക് ഈ ആണവ കരുത്ത് എത്തിച്ചാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇവിടെ നഫ്താലി ബെനറ്റിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇറാൻ ഇപ്പോഴും ബോംബുണ്ടാക്കാൻ ശ്രമിക്കുന്നതേയുള്ളൂ. എന്നാൽ പാകിസ്ഥാൻ അത് ദശാബ്ദങ്ങൾക്ക് മുൻപേ കയ്യിലുള്ള രാജ്യമാണ്. ഈ ആയുധങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ തുർക്കിയുടെയോ ഇറാന്റെയോ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുമോ എന്നതാണ് ഇസ്രായേലിനെ അലട്ടുന്ന ഏറ്റവും വലിയ ആശങ്ക. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ മാത്രമല്ല, മറിച്ച് പരോക്ഷമായി പാകിസ്ഥാന്റെ തന്ത്രപരമായ താല്പര്യങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇസ്ലാമിക് നേറ്റോ എന്ന ആശയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഏറ്റവും വലിയ പേടിസ്വപ്നം. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സൈനിക സഖ്യം രൂപപ്പെടുന്നു എന്ന വാർത്തകൾ ഇസ്രായേൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നേറ്റോ സഖ്യം പോലെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു ശക്തിയായി മാറുമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയേക്കാൾ വലിയ ഭീഷണിയായിട്ടാണ് ഇസ്രായേൽ ഇതിനെ വിലയിരുത്തുന്നത്. ചരിത്രപരമായി നോക്കിയാൽ തന്നെ എക്കാലത്തും പാകിസ്ഥാന്റെ ആണവ പദ്ധതികളെ ഇസ്രായേൽ വളരെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ശരിക്കും ഇതൊരു പുതിയ ശത്രുതയല്ല. 1980കളിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെ പറ്റി ഇസ്രായേലിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. അന്ന് ഇന്ത്യയുമായി ചേർന്ന് പാകിസ്ഥാനിലെ കഹൂട്ട ആണവ കേന്ദ്രം തകർക്കാൻ ഇസ്രായേൽ രഹസ്യ പ്ലാൻ ഇട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കാലം മാറി, സാഹചര്യം മാറി, പക്ഷേ ഇസ്രായേലിന്റെ ആ ഭീതി ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ചുരുക്കം. ഇന്ന് ഇറാന് മേലൊരു ആക്രമണം നടക്കുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല. അമേരിക്കയുടെ വമ്പൻ സൈനിക വിന്യാസം സൂചിപ്പിക്കുന്നത് 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ നീക്കമാണ് നടക്കാൻ പോകുന്നത് എന്നാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പും ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ സൈനിക വിന്യാസം സൂചിപ്പിക്കുന്നത് ഇറാനുമേൽ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്നാണ്. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ അറേബ്യൻ കടലിനപ്പുറമുള്ള പാകിസ്ഥാന്റെ ആണവ കരുത്തിനെ എപ്രകാരം നേരിടണം എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്. തുർക്കിയും പാകിസ്ഥാനും കൈകോർക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ തകിടം മറിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന് പുതിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ നിലപാടും നിർണായകമാണ്. ഇറാനിലെ ഇസ്രായേൽ ആക്രമണം പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഏഷ്യൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. പഴയകാല ശത്രുതകളും പുതിയ കാലത്തെ തന്ത്രപരമായ സഖ്യങ്ങളും ചേരുമ്പോൾ ഒരു വലിയ സ്ഫോടനത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ മറുഭാഗത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യത്തിന് കാരണമാകുന്നുണ്ട്. ഇത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ കേവലം ഒരു രാജ്യത്തിന്റെ പ്രതിരോധം എന്നതിലുപരി ഇസ്ലാമിക ലോകത്തിന്റെ മൊത്തം കരുത്തായി മാറുന്നത് തടയാൻ ഇസ്രായേൽ ഏതറ്റം വരെയും പോയേക്കാം. ഇത് കേവലം ഒരു ഇസ്രായേൽ ഇറാൻ സംഘർഷമല്ല, മറിച്ച് ആഗോളതലത്തിൽ ശക്തി തെളിയിക്കാനുള്ള വലിയൊരു മത്സരമായി മാറുകയാണ്.
പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് പുതിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കിയും പാകിസ്ഥാനും കൈകോർക്കുന്നത് ഇസ്രായേലിന്റെ ഡിഫൻസ് സ്ട്രാറ്റജിയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ തന്നെ ഭാവി. ഇതൊരു ഏഷ്യൻ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകരും, എണ്ണവില കുതിച്ചുയരും, സമാധാനം എന്ന വാക്ക് തന്നെ നമുക്ക് മറക്കേണ്ടി വരും. ഇസ്രായേൽ തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുൻപെങ്ങുമില്ലാത്ത വിധം കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. വൻ ശക്തികളുടെ ഇടപെടലുകളും പുതിയ പ്രാദേശിക സഖ്യങ്ങളും ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത് പോലെ ഒരു ആക്രമണം ഇറാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലോ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ സമാധാനത്തെയും ദോഷകരമായി ബാധിക്കും. എന്നിരുന്നാലും തങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല എന്ന് വ്യക്തമാണ്. പാകിസ്ഥാന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ കഴിയില്ല. ഇത് ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ആധുനിക ലോകം കാണാത്ത തരത്തിലുള്ള ഒരു വിനാശകരമായ യുദ്ധത്തിനായിരിക്കും നാം സാക്ഷ്യം വഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.